പ്രായം എത്ര കൂടിയാലും ചെറുപ്പം പോലെ കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. പ്രത്യേകിച്ച് ഒരു 50കൾക്ക് ശേഷം ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പഴയൊരു യുവത്വത്തിലേക്ക് ഇനി പോകാൻ സാധിക്കുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്, ഇല്ലേ? 50കളിലേക്ക് എത്തുമ്പോൾ തന്നെ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നവരാണ് അധികവും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, 50കളിലെത്തുമ്പോൾ ജീവിതം അവസാനിക്കുകയല്ല, മറിച്ച് ഇതൊരു പുതിയ തുടക്കമാണ്. ശരിയായിട്ടുള്ളൊരു പരിചരണം നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ 50 കഴിഞ്ഞാലും നിങ്ങളെ കണ്ടാൽ ആളുകൾ ഇത്രയും പ്രായം നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ എന്ന് വളരെ അതിശയത്തോടെ ചോദിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 50കൾക്ക് ശേഷം നിങ്ങളുടെ സ്കിന്നും മൈൻഡും യുവത്വത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സ്കിന്ന് വളരെ യുവത്വത്തോടെ ഇരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും വലിയ ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. നമ്മുടെ മുഖത്ത് ചുളിവുകളും പാടുകളും വരകളും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന ഒന്നാണ് ഈ UV റേസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. ഓരോ സ്കിൻ ടൈപ്പിനും അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീനുകൾ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. SPF 50 ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ പുറത്തൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണ് എങ്കിൽ കൂടിയും നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്തിരിക്കണം. കാരണം ജനലിലൂടെ വരുന്ന പ്രകാശവും ട്യൂബ് ലൈറ്റിൻ്റെ മൊബൈൽ സ്ക്രീനിലെ ബ്ലൂ ലൈറ്റ് പോലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കാൻ കാരണമാവുന്ന ഘടകങ്ങളാണ്. 50 കഴിഞ്ഞവർക്ക് സ്കിൻ ഓൾറെഡി തിൻ ആൻഡ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ UV ഡാമേജ് ഡബിളായിട്ട് കാണിക്കും. സോ നിങ്ങൾ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൈഡ്രേഷനാണ്. 50കൾക്ക് ശേഷം സ്കിൻ നല്ല രീതിയിൽ വരണ്ടു പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരു 25 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. 50 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത് ഒരു ദിവസം. അപ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഹെയറിന്, നമ്മുടെ ഓവറോൾ ബോഡിക്ക് തന്നെ വളരെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് നമ്മുടെ സ്കിൻ വല്ലാണ്ട് വരണ്ടു പോകും. വരണ്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ആരോഗ്യത്തോടുകൂടി ഇരിക്കണം എന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടാകണം. അപ്പോൾ അതൊരു കാരണവശാലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് 50കൾക്ക് ശേഷം നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചിരിക്കണം. വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു 50കൾക്ക് ശേഷം നിങ്ങളുടെ ശരീരം ഒരുപാടങ്ങ് ക്ഷീണിപ്പിക്കുകയോ ഒരുപാടങ്ങ് തടി വെപ്പിക്കുകയോ ചെയ്യരുത്. പ്രോട്ടീൻ അടങ്ങിയ നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ചീര, അതുപോലെ മത്തൻ്റെ ഇല, അതേപോലെ പയറിൻ്റെ കിളിന്തിലകൾ, അത് തോരൻ വെക്കാനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഒരുപാട് ഉൾപ്പെടുത്തുക. അതേപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ്, ഓറഞ്ച്, മുന്തിരി, ആപ്പിൾ, പപ്പായ, ഇതൊക്കെ ഒരുപാട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നട്ട്സ്, ബദാം, വാൾനട്ട് എന്നിവ സ്കിന്നിന് വൈറ്റമിൻസും മിനറൽസും ഒക്കെ നൽകുന്നതാണ്. അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയ ഫിഷ്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് കരുതി നിങ്ങൾ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുക, ഇതൊന്നുമല്ല പറയുന്നത്.
ഒരു ദിവസം ഒരു 3/4 മണിക്കൂറെങ്കിലും നിങ്ങളൊന്ന് നടക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ചെറിയ രീതിയിലുള്ള യോഗയൊക്കെ ചെയ്യുക. ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ഒരു ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാനും നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനുമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഉറക്കം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യന് 7-8 മണിക്കൂറെങ്കിലും ഉറക്കം വളരെ ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉറക്കം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ഈ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് സമയം ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാതെ വരികയും പിറ്റേ ദിവസം നമ്മൾ പകൽ സമയങ്ങളിൽ ഒട്ടും നമുക്കൊരു എനർജി ഇല്ലാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തിയിരിക്കണം നമ്മൾക്ക് ഈ ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറക്കം നമ്മുടെ ശരീരത്തിന് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ കൃത്യമായിട്ട് ഒരു ദിവസം നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മൾ മൊബൈൽ ഫോണ് കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. ഉറക്കമെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ടും അതേപോലെ തന്നെ യുവത്വത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉറക്കം കിട്ടുമ്പോൾ നമ്മുടെ സ്കിൻ സെൽസൊക്കെ റിപ്പയർ ചെയ്യുകയും നമ്മുടെ മുഖമൊക്കെ വളരെ യുവത്വത്തോടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ 5ാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് 50 വയസ്സ് കഴിഞ്ഞവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഉറക്കം നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക എന്നുള്ളത്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആൻഡ് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഒരു കാരണവശാലും മറന്നു പോവരുത്. 50 വയസ്സിന് ശേഷം സ്കിന്നിൽ നാച്ചുറൽ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഹൈഡ്രേഷൻ തരാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ റെറ്റിനോൾ, വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ് പോലെയുള്ള ആൻറ്റി ഏജിങ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാൽ കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടി സ്കിൻ ഫേം ആക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത്തരം പ്രോഡക്ട്സുകളുടെ ഉപയോഗം നിങ്ങളുടെ മുഖത്തെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ കുറച്ച് മുഖത്ത് ഒരു യൂത്ത്ഫുൾനെസ് തരാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ അത് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതും നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് അതും നിങ്ങൾ കാണുക. അപ്പോൾ കൃത്യമായിട്ട് ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന് സ്ട്രെസ്സാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ മുഖത്തെ ഗ്ലോ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒരു ഘടകമാണ്. നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഓരോ ദിവസവും പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവും. പക്ഷേ അതിനെയൊക്കെ ലഘൂകരിച്ച് മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്കും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. മാനസിക സമ്മർദ്ദങ്ങളിൽ നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ അത് മൊത്തത്തിൽ നമ്മളെ ബാധിക്കും. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാനൊക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ചെറിയ ചെറിയ ഹോബീസ്, അതേപോലെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക, അത്തരത്തിലുള്ള ബുക്സൊക്കെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. സോ 50കൾക്ക് ശേഷം നിങ്ങളുടെ മനസ്സ് ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ആവശ്യമില്ലാത്ത ഭാരങ്ങളും വിഷമങ്ങളും സ്ട്രെസ്സും ഒന്നും കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കാതിരിക്കുക. അപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക, സന്തോഷമുള്ള കാര്യങ്ങൾ കേൾക്കാനും കാണാനുമൊക്കെ ശ്രദ്ധിക്കുക. ഇനി 8ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മദ്യപാനവും പുകവലിയുമാണ്. ഇത് നമ്മുടെ പ്രായത്തെ അധികമായിട്ട് കാണിക്കാൻ കാരണമാവുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. ഇത് നമ്മുടെ ശരീരത്തെ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കുകയും കൊളാജിൻ നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു യൂത്ത്ഫുൾ ലുക്ക് നിലനിർത്താനായിട്ട് ഇവ ഒഴിവാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇനി 9ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം റെമഡീസ് ആണ്. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ ചാനലിൽ ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട്. അത് വളരെയധികം നല്ലതാണ്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഹോം റെമഡീസ് നമ്മുടെ സ്കിന്ന് വളരെയധികം ഹെൽത്തി ആയിട്ട് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. നമ്മളതിൽ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പല ഫേസ് പാക്കുകളും തയ്യാറാക്കുന്നത്.
അത്തരത്തിലുള്ള ഫേസ് പാക്കുകൾ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്ന് വളരെ ഹെൽത്തി ആയിട്ടും വളരെ യൂത്ത്ഫുൾ ആയിട്ടും ഇരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഹോം റെമഡീസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ ആവശ്യമാണ്. അപ്പോൾ അതും വളരെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 50 വയസ്സ് കഴിഞ്ഞല്ലോ, ഇനി അതൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. 50ലും നിങ്ങൾക്ക് നല്ല യുവത്വത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള ഫേസ് പാക്കുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക തന്നെ വേണം. അപ്പോൾ അതും നിങ്ങൾ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇതുവരെയും അതൊന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, ഇനിയാണെങ്കിലും നിങ്ങളതൊക്കെ ചെയ്തു തുടങ്ങിയാലും മതി. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസും ഒരു സ്മൈലും നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എത്ര നല്ല പ്രോഡക്റ്റ്സ് ഉപയോഗിച്ചാലും സന്തോഷവും ആത്മവിശ്വാസവും ഇല്ലെങ്കിൽ മുഖം ഡള്ളാകും. ഒരു ദിവസം ആരംഭിക്കുമ്പോൾ തന്നെ രാവിലെ കണ്ണാടിയിൽ നോക്കി ഐ ആം ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ആദ്യത്തെ അംഗീകാരം കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് മറ്റൊരാളിൽ നിന്ന് ലഭിക്കുകയല്ല, നമ്മളാണ് ആദ്യം നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും. 50 വയസ്സായില്ലേ എന്ന് കരുതി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകും. മറിച്ച് ഞാൻ സുന്ദരിയായിട്ടിരിക്കണം, എനിക്ക് നന്നായിട്ടിരിക്കണം, എനിക്ക് നല്ലൊരു സ്കിൻ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ശരീരത്തുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.